വോട്ടുകൾക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 ദിവസമാണ് രാഹുലിന്റെ യാത്ര ബീഹാറിലൂടെ കടന്നു പോവുക. ഏകദേശം 1300 കിലോമീറ്റർ രാഹുൽ വിവിധ ഇടങ്ങളിലായി സഞ്ചരിക്കും. 20ലധികം ജില്ലകളാണ് ബീഹാറിലൂടെ രാഹുൽ പോകുന്നത്. ഗ്രാമങ്ങളുണ്ട്, നഗരമേഖലകളുണ്ട്, അങ്ങനെ വിവിധ ഇടങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് രാഹുൽ ഈ യാത്ര നടത്തുന്നത്. വിവിധ പദ്ധതികൾ ഇതിനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. റോഡ് ഷോകളുണ്ട്, അതുപോലെ തന്നെ വിവിധ വാഹനങ്ങളിലാണ് രാഹുൽ സഞ്ചരിക്കുക. തുറന്ന ജീപ്പുണ്ട്. ആദ്യത്തെ 2 ദിവസം തുറന്ന ജീപ്പിലാണ് രാഹുൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സിലും അതുപോലെ തന്നെ ജീപ്പുകളിലും കാൽനടയായിട്ടും രാഹുൽ സഞ്ചരിക്കുമെന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. ഭാരത് ജോഡോ യാത്ര മോഡൽ നമുക്കറിയാം. ഭാരത് ജോഡോയിൽ പൂർണ്ണമായും രാഹുൽ നടന്ന് നീങ്ങുകയായിരുന്നു. കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ രാഹുൽ കാൽനടയായി പോയി. അതുപോലെ തന്നെ രണ്ടാമത്തെ ന്യായ് യാത്രയിൽ രാഹുൽ ബസ്സിലും കാൽനടയായിട്ടും എല്ലാമാണ് യാത്രകൾ തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പല മോഡൽ, ഹൈബ്രിഡ് മോഡൽ എന്നതാണ് കോൺഗ്രസ് ഈ യാത്രയെ വിശേഷിപ്പിക്കുന്നത്. കാൽനടയായി ഉണ്ട്, അതുപോലെ തന്നെ തുറന്ന ജീപ്പിലുണ്ട്, ബസ്സിലുണ്ട്, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് രാഹുൽ അവരുമായി ആശയവിനിമയം നടത്തും. ഓരോ ആളുകൾ കൂടുതലായുള്ള മേഖലകളിൽ വാഹനം നിർത്തി കൃത്യമായി അവിടെയുള്ള ജനങ്ങളുമായി രാഹുൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. കാരണം വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തുന്നു എന്ന് തന്നെയാണ് രാഹുൽ ആരോപിക്കുന്നത്. വലിയ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ആ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ നഗരമേഖലകളിൽ അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ രാഹുലിനൊപ്പം വിവിധ നേതാക്കൾ, കാരണം RJD നേതാവ് തേജസ്വി യാദവ് രാഹുലിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി യുവാക്കളും, അതുപോലെ തന്നെ ഇത് ഒരു ഗ്രാമമേഖലയാണ്, ഇവിടെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ രാഹുലിനെ തേടിയെത്തുകയാണ്. കൃത്യമായി അവരുടെ വോട്ടവകാശം അവർക്ക് വേണം, അല്ലെങ്കിൽ രാഹുൽ ഉയർത്തുന്ന ആരോപണങ്ങൾ കൃത്യമായി കഴമ്പുണ്ടെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇന്ത്യ സഖ്യ നേതാക്കൾ രാഹുലിന്റെ യാത്രയിൽ പങ്കുചേരുമെന്നത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലും വലിയൊരു പോരാട്ടത്തിന് തന്നെ രാഹുൽ ഗാന്ധി ഒരുങ്ങിയിരിക്കുന്നു. വോട്ടർ അധികാർ യാത്രയുമായി 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് രാഹുൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ 16 ദിവസത്തിൽ 3 ദിവസം ഇടവേളയുണ്ട്. ബാക്കി 13 ദിവസം കൊണ്ടാണ് 1300 കിലോമീറ്റർ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ യാത്ര ചെയ്യുക. ഏറ്റവും അവസാനം ആരയിലാണ്, അതായത് ഇത് യാത്ര തുടങ്ങുന്നത് സസാറാം എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ആര എന്ന ഗ്രാമത്തിൽ ഈ മാസം 30-ാം തീയതി യാത്ര സമാപിക്കുന്നു. അടുത്ത മാസം 1-ന് പട്നയിൽ വലിയ മെഗാ റാലിയാണ് ഇന്ത്യ സഖ്യം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മെഗാ റാലിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രമുഖ നേതാക്കൾ, നമുക്കറിയാം ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലില്ല, പക്ഷേ ആം ആദ്മി പാർട്ടി പ്രതിനിധികളടക്കം ഇതിൽ പങ്കെടുക്കുമെന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വോട്ടർ പട്ടിക ക്രമക്കേടിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടികയിലെ ആരോപണങ്ങളിലും ബീഹാറിലെ തീവ്ര പരിഷ്കരണങ്ങളടക്കം കാര്യങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടാകുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി വെളിവാകുന്നു. കാരണം ബീഹാറിൽ ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമായി കൂടി ഇപ്പോൾ രാഹുലിന്റെ ഈ യാത്ര മാറുകയാണ്. ബീഹാറിൽ നിന്നും ഹരിമുണ്ടൂരിനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.